നമസ്കാരം, ഞാൻ റജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ ആദ്യത്തെ സൗരോർജ്ജ നിലയത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ബഹ്റൈൻ. 150 മെഗാവാട്ട് വരെ ഉൽപാദന ശേഷിയുള്ള വൈദ്യുതി ഉൽപാദനത്തിനായുള്ള ബഹ്റൈനിലെ ആദ്യത്തെ സൗരോർജ്ജ നിലയത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി. സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് വികസിപ്പിക്കുന്ന പദ്ധതി പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ രാജ്യത്തിന്റെ ആശ്രയം വർദ്ധിപ്പിക്കുന്നതിനുള്ള ദേശീയ സംരംഭങ്ങളുടെ ഭാഗമാണ്. കൂടാതെ 2060 നെറ്റ് സീറോ കാർബൺ ഉദ്വമനം കൈവരിക്കുക എന്ന ബഹ്റൈന്റെ ലക്ഷ്യത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. സുസ്ഥിര ഊർജ്ജ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ഇവ നയിക്കുന്ന ഏറ്റവും തന്ത്രപരമായ സംരംഭങ്ങളിൽ ഒന്നാണ് പദ്ധതിയെന്ന് പ്രസിഡന്റ് കമൽ ബിൻ അഹമ്മദ് മുഹമ്മദ് പറഞ്ഞു. സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിലൂടെ പുനരുപയോഗ ഊർജ്ജശേഷി വർദ്ധിപ്പിക്കുക, ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുക, തുടർച്ചയായ നഗര സാമ്പത്തിക വികസനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെ പിന്തുണയ്ക്കുക എന്നിവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏഷ്യൻ ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് പുരസ്കാരം ബഹ്റൈൻ ഡെവലപ്മെന്റ് ബാങ്കിന് 2 ബഹുമതികൾ. ഏഷ്യൻ ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് അവാർഡ് 2025 ബഹ്റൈൻ ഡെവലപ്മെന്റ് ബാങ്ക് 2 അഭിമാനകരമായ അംഗീകാരങ്ങൾ നേടി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിനും രാജ്യത്തിന്റെ ബാങ്കിംഗ് മേഖലയിൽ ഡിജിറ്റൽ പരിവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രതിജ്ഞാബദ്ധമായ ഒരു പ്രമുഖ വികസന ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ ബാങ്കിന്റെ സ്ഥാനം അംഗീകാരം കൂടുതൽ ഉറപ്പിക്കുന്നു. സംരംഭകർക്കും വളർന്നു വരുന്ന ബിസിനസ്സുകാർക്കുമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നൂതന ബാങ്കിംഗ് പരിഹാരങ്ങളിലൂടെ സാമ്പത്തിക വളർച്ച ഉയർത്തുന്നതിൽ ബാങ്കിന്റെ വിജയം പ്രകടമാക്കുന്ന ബാങ്ക് ഓഫ് ദ ഇയർ ബഹ്റൈൻ, ഡിജിറ്റൽ ഇന്നോവേഷൻ ഓഫ് ദ ഇയർ ബഹ്റൈൻ എന്നീ ബഹുമതികൾ ബഹ്റൈൻ ഡെവലപ്മെന്റ് ബാങ്കിന് ലഭിച്ചു. വികസന ധനകാര്യ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ BDBയുടെ തുടർച്ചയായ സംഭാവനകളുടെ ആഗോള സ്ഥിരീകരണമാണ് അവാർഡുകൾ. സ്വകാര്യ മേഖലയിലെ മികച്ച മനുഷ്യക്കടത്ത് വിരുദ്ധ നടപടികൾക്കുള്ള അവാർഡ് LMRA CEO പുറത്തിറക്കി. തൊഴിൽ ബന്ധ കക്ഷികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ന്യായവും സുരക്ഷിതവുമായ തൊഴിൽ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മാതൃകകളെ ആദരിക്കുന്നതിനായി സ്വകാര്യ മേഖലയിലെ മനുഷ്യക്കടത്തിനെ ചെറുത്തുന്നതിനുള്ള മികച്ച രീതികൾക്കുള്ള അവാർഡ് ആരംഭിക്കുമെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് മനുഷ്യക്കടത്തിന് ചേർക്കുന്നതിനുള്ള നാഷണൽ കമ്മിറ്റി ചെയർമാനുമായ നിബ്രാസ് മുഹമ്മദ് താരിബ് പ്രഖ്യാപിച്ചു. മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്നതിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന 2025 മനുഷ്യക്കടത്തിനെ ചെറുക്കുന്നതിനുള്ള ഫോറത്തിന്റെ 2ാം പതിപ്പിന്റെ ഉദ്ഘാടന വേളയിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. നയതന്ത്ര സേനയിലെ അംഗങ്ങൾ, മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്നതിനുള്ള ദേശീയ സമിതി, മറ്റുദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര മികച്ച രീതികൾക്കനുസൃതമായി മനുഷ്യക്കടത്ത് ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുന്നതിന് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നേതൃത്വത്തിലും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ രാജകുമാരൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പിന്തുണയിലും ബഹ്റൈൻ നടത്തുന്ന പ്രതിബദ്ധതയെ താലിബ് എടുത്തു പറഞ്ഞു. പ്രതിരോധം, സംരക്ഷണം, നീതി, പങ്കാളിത്തം, സ്ഥാപനവൽക്കരണം എന്നിവയെ അടിസ്ഥാനമാക്കി ബഹ്റൈൻ സമഗ്രമായ ഒരു ദേശീയ ചട്ടക്കൂട് വികസിപ്പിച്ചിട്ടുണ്ടെന്നും സുസ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള ദേശീയ നയങ്ങളിലും പദ്ധതികളിലും സംയോജിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2025-2026 വർഷത്തെ 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ വീണ്ടും ആരംഭിക്കുന്നതായി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പ്രഖ്യാപിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ 1ാം ക്ലാസ് ആരംഭിക്കുന്ന കുട്ടികൾക്കുള്ള രജിസ്ട്രേഷൻ വീണ്ടും തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 11 മുതൽ ഓഗസ്റ്റ് 14 വരെ രാവിലെ 7:30 ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ ഇസ ടൗണിലെ മന്ത്രാലയത്തിന്റെ ഹാളിൽ മാതാപിതാക്കൾക്ക് എൻറോൾമെന്റ് പൂർത്തിയാക്കാൻ കഴിയും. 2019 ജനുവരി 1 ഡിസംബർ 31 ഇടയിൽ ജനിച്ച കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ആവശ്യമായ രേഖകൾ രജിസ്ട്രേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിക്കുന്നു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed
protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. സമസ്ത ബഹ്റൈൻ ജിദാലി ഏരിയ കമ്മിറ്റി മജ്ലിസ് നൂർ വാർഷികവും ഫാമിലി ക്ലാസും സംഘടിപ്പിച്ചു. ജിദാലി ദാറുൽ ഖുർആൻ മദ്രസ ഹാളിൽ വെച്ച് നടന്ന പരിപാടിക്ക് മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഇർഷാദ് ഫൈസി കൊരങ്ങാട് പ്രഭാഷണം നടത്തി. മജ്ലിസ് നൂറെ ഇർഷാദ് ഫൈസി നേതൃത്വം നൽകി. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ സയ്യിദ് പൂക്കോയ തങ്ങൾ നേതൃത്വത്തിൽ ദുആ മജ്ലിസും നസീഹത്തും നടന്നു. സദസ്സ് സുപ്രഭാതം ദിനപത്രം പ്രചരണ ക്യാമ്പയിനും നടന്നു. പരിപാടിയിൽ സമസ്ത ബഹ്റൈൻ സെക്രട്ടറി SM അബ്ദുൽ വാഹിദ്, അബ്ദുൽ മജീദ് ചേലക്കോട്, നവാസ് കുണ്ട്ര സംബന്ധിച്ചു. IYCCയുടെയും കിംസ് മെഡിക്കൽ സെന്ററിന്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. IYCC മുഹറക് ഏരിയ കമ്മിറ്റിയുടെയും കിംസ് മെഡിക്കൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. IYCCയുടെ ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടന്ന ഈ ക്യാമ്പ് ക്വിറ്റ് ഇന്ത്യ ദിനാചരണത്തോടനുബന്ധിച്ചുള്ള 49ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പായിരുന്നു. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ മുഹറക്കിലെ കിംസ് ഹോസ്പിറ്റലിൽ നടന്ന ക്യാമ്പിൽ നിരവധി പ്രവാസികൾ പങ്കെടുത്തു. ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്തിന്റെ അധ്യക്ഷതയിൽ ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകൻ സെയ്ദ് ഹനീഫ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ ജോയിന്റ് സെക്രട്ടറി ഇർഷാദ് സ്വാഗതവും അൻഷദ് റഹീം നന്ദിയും പറഞ്ഞു. IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയൂട്ട്, ദേശീയ വൈസ് പ്രസിഡന്റ് അനസ് റഹീം, കിംസ് മാർക്കറ്റിംഗ് മേധാവി പ്യാരിലാൽ, IYCC മെമ്പർഷിപ്പ് കൺവീനർ സ്റ്റെഫി സാബു, മുൻ ദേശീയ പ്രസിഡന്റ് ബേസിൽ നെല്ലിമറ്റം, വനിതാ വേദി കോർഡിനേറ്റർ മുബീന മൻഷീർ, ജോയിന്റ് കോർഡിനേറ്റർ മാരിയത്ത് അമീർ ഖാൻ, കോഴിക്കോട് പ്രവാസി ഫോറം സെക്രട്ടറി ജോജിഷ്, സാമൂഹിക പ്രവർത്തകരായ അൻവർ നിലമ്പൂർ എന്നിവർ സംസാരിച്ചു. റജിന ഇസ്മായിൽ, കോർ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, കിംസ് ഹോസ്പിറ്റൽ മെഡിക്കൽ അഡ്മിൻ പ്രതിനിധികൾ, വിവിധ ഏരിയ ഭാരവാഹികൾ സംബന്ധിച്ചു. കോർഡിനേറ്റർമാരായ മണികണ്ഠൻ ചന്ദ്രോത്ത്, അൻഷദ് റഹീം, മുഹറക് ഏരിയ ഭാരവാഹികൾ നേതൃത്വം നൽകി. വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500ാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി ICF ഈസ ടൗൺ റീജിയന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ നടത്തിപ്പിനായി ഫിറോസ് ഖാൻ, മുഹമ്മദ് റാഷിദ് ഫാദിലി, മുഹമ്മദ് ബഷീർ അസ്ലമി, അബ്ദുള്ള വല്യാട്, മഹ്മൂദ് വയനാട് എന്നിവരുടെ നേതൃത്വത്തിലായി 51 അംഗ സ്വാഗത സംഘത്തിന് രൂപം നൽകി. മദ്ഹ് റസൂൽ പ്രഭാഷണം, പ്രവാചക പ്രകീർത്തന സദസ്സുകൾ, പ്രഭാത പ്രകീർത്തന സദസ്സുകൾ, സഹോദര സമുദായ സുഹൃത്തുക്കൾക്കായുള്ള സ്നേഹ സംഗമങ്ങൾ, ഫാമിലി മീലാദ് സദസ്സുകൾ, യൂണിറ്റ് മീലാദ് സമ്മേളനങ്ങൾ, മീലാദ് ഫെസ്റ്റ്, പൊതുസമ്മേളനം തുടങ്ങി വിവിധ പരിപാടികളാണ് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നത്. സെപ്റ്റംബർ 4 വ്യാഴാഴ്ച നടക്കുന്ന മദ്ഹ് റസൂൽ സംഗമത്തിൽ പ്രമുഖ പണ്ഡിതരും വാഗ്മിയുമായ ഇബ്രാഹിം സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. സ്വാഗത സംഘം രൂപീകരണത്തിൽ ഉസ്മാൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. CK അഹമ്മദ് ഹാജി, ബഷീർ ആവള തുടങ്ങിയവർ നൽകി. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. 7 ആർട്സ് കൾച്ചറൽ ഫോറം ലേഡീസ് വിങ്ങും കിംസ് ഹെൽത്തും സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 7 ആർട്സ് കൾച്ചറൽ ഫോറം ലേഡീസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലുമായി സഹകരിച്ച് 2025 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച രാവിലെ 7:30 മുതൽ 12 മണി വരെ മെഡിക്കൽ ക്യാമ്പും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിന ആഘോഷവും നടത്തപ്പെടുന്നു. മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് തൈറോയ്ഡ് രോഗവും ചികിത്സാ രീതികളും വിഷയത്തിൽ ഡോക്ടർ റിജോ ജയരാജിന്റെ ചർച്ചാ ക്ലാസും മറ്റു വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ ഫ്രീ കൺസൾട്ടേഷനും നടത്തപ്പെടുന്നതാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ പറയുന്ന നമ്പറുകളിൽ മിനി മാത്യു 3885740, അഞ്ജു സന്തോഷ് 377554668, മുബീന മൻഷീർ 34135170 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവരും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് 7 ആർട്സ് കൾച്ചറൽ ഫോറം ചെയർമാൻ മനോജ് വയന്നൂർ, പ്രസിഡന്റ് ജേക്കബ് തേക്കുതോട്, ജനറൽ സെക്രട്ടറി ബൈജു മലപ്പുറം, ട്രഷറർ തോമസ് ഫിലിപ്പ് തുടങ്ങിയവർ അഭ്യർത്ഥിച്ചു. IYCC ബഹ്റൈൻ മനാമ ഏരിയ സത്യസേവ സംഘർഷ് സംഘടിപ്പിച്ചു.
ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് IYCC ബഹ്റൈൻ മനാമ ഏരിയ സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് യുവജനങ്ങൾക്ക് പുതിയ ഊർജം പകർന്നു. വിവിധ സെഷനുകളായി നടന്ന പരിപാടിയിൽ യുവജനങ്ങൾക്ക് പ്രചോദനവും സംഘടനാപരവുമായ അവബോധവും നൽകി. ക്യാമ്പിന്റെ തുടക്കം മോട്ടിവേഷൻ ക്ലാസോടെയായിരുന്നു. മൊയ്തീൻ ഷംസേരി വളപ്പിൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കിരൺ K. മുലായിൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പ്രദീപ് പുറവന്തേരിയുടെ പ്രചോദനാത്മകമായ ക്ലാസ് യുവജനങ്ങൾക്ക് പുതിയ ചിന്തകൾ നൽകി. തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് സാമൂഹിക പ്രവർത്തകൻ UK അനിൽകുമാർ ക്ലാസ് എടുത്തു. ഏരിയ പ്രസിഡന്റ് റാസിബ് വേളം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഏരിയ സെക്രട്ടറി ഷിജിൽ പെരുമച്ചേരി സ്വാഗതം പറഞ്ഞു. ക്യാമ്പിന്റെ 3ാം സെഷനിൽ ടോക്ക് ഷോ നടന്നു. മുൻ ഏരിയ പ്രസിഡന്റ് റോഷൻ ആന്റണി അധ്യക്ഷനായ പരിപാടിയിൽ മുൻ ദേശീയ പ്രസിഡന്റുമാരായ ബേസിൽ നെല്ലിമറ്റം, വീൻസു കുത്തപ്പള്ളി, അനസ് റഹീം എന്നിവർ അംഗങ്ങളുമായി സംവദിച്ചു. സംഘടനയുടെ 13 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജീവകാരുണ്യ, വൈജ്ഞാനിക, കലാ, കായിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നാട്ടിലും ബഹ്റൈനിലും നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ വിശദീകരിച്ചു. ഈ സെഷനിൽ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ നടന്നു. ക്യാമ്പിന്റെ സമാപന സമ്മേളനം റാസിബ് വെളത്തിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയോട്ട്, വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ, ദേശീയ ഇന്റേണൽ ഓഡിറ്റർ ജയഫർ അലി, മുൻ ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും ഷിജിൽ സ്വാഗതവും മുഹമ്മദ് ഷഫീർ PM നന്ദിയും രേഖപ്പെടുത്തി. തിരുവസന്തം 1500 മീലാദ് സ്വാഗത സംഘം രൂപീകരിച്ചു. തിരുവസന്തം 1500 എന്ന ശീർഷകത്തിൽ ICF ബഹ്റൈൻ നടത്തുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി ICF ഉമ്മലസം റീജിയൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെ നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തു. മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘം ചെയർമാനായി ഹസൻ മദനി, കൺവീനർ നൌഷാദ്, ഫിനാൻസ് കൺവീനർ സിറാജ് ഹാജി തൽഹ എന്നിവർക്ക് പുറമെ വൈസ് ചെയർമാനായി റസാഖ് ഹാജി, നസിർ അൽ ഹസനി, സിദ്ദിഖ് മാസ്, ജോയിന്റ് കൺവീനർമാരായി അലി കേച്ചേരി, അഷ്കർ താനൂർ, മുസ്തഫ പുന്നാനി, പ്രോഗ്രാം കൺവീനർ നൌഫൽ മയ്യേരി, മൗലിദ് സ്റ്റേജ് ഇൻചാർജ് കബീർ വലിയക്കത്ത്, ഫുഡ് ഇൻചാർജ് അസീസ് പൊട്ടച്ചിറ എന്നിവരെ പ്രധാന ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി റീജിയണൽ തലത്തിലും യൂണിറ്റുകളുമായി 100ഓളം മൗലിദ് സദസ്സുകൾ, മധുഹ് പ്രഭാഷണം, ഫാമിലി മീലാദ് മീറ്റ്, കുട്ടികളുടെ കലാപരിപാടികൾ, മീലാദ് ഫെസ്റ്റ്, മധുര പലഹാര വിതരണം എന്നിവ നടത്തപ്പെടും. വിവിധ പരിപാടിയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പണ്ഡിതന്മാർ, അറബി പ്രമുഖർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. സെപ്റ്റംബർ 6-ാം തീയതി ശനി രാത്രി 8 മണിക്ക് ഉമ്മലസം ബാങ്കോക്ക് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന മധുഹ് റസൂൽ സമ്മേളനത്തിൽ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി മുഖ്യ അതിഥിയായിരിക്കും. ചുങ്കത്തിന് ഇന്ത്യയുടെ മറുപടി, US-ൽ നിന്നുള്ള ആയുധ ഇറക്കുമതി നിർത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. അധിക തീരുവയെ ചൊല്ലി ഇന്ത്യയും US-ഉം തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നതായി റിപ്പോർട്ട്. അതൃപ്തിയുടെ ആദ്യ സൂചനയായി US-ൽ നിന്ന് പുതിയ ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നത് നിർത്തിവെക്കാൻ കേന്ദ്രം തീരുമാനിച്ചതായി റിപ്പോർട്ട്. എന്നാൽ പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. പുതിയ ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തയാഴ്ച വാഷിംഗ്ടണിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. എന്നാൽ യാത്ര റദ്ദാക്കിയതായി ഏതാനും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീരുവകളിൽ വളരെ പെട്ടെന്ന് മാറ്റം വരുത്തിയ ചരിത്രമുള്ളയാളാണ് ഡൊണാൾഡ് ട്രംപ്. അതിനാൽ തന്നെ തീരുവയുടെ കാര്യത്തിൽ US-ഉമായി കേന്ദ്രം സജീവ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. തീരുവയുടെ കാര്യത്തിലും ഉഭയകക്ഷി ബന്ധത്തിന്റെ കാര്യത്തിലും ഇന്ത്യക്ക് വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ ആയുധങ്ങളും മറ്റും വാങ്ങാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. പെരുമ്പാവൂരിൽ മയക്കുമരുന്ന് സുലഭം, ഇന്ന് മാത്രം പിടിച്ചത് 16 കിലോ കഞ്ചാവ്. രാസലഹരിക്ക് ചുക്കാൻ പിടിക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ. കാലടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട, 16 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സാഹിദുൽ ഇസ്ലാം, വെസ്റ്റ് ബംഗാൾ മാൽദ സ്വദേശി ഹസനുർ ഇസ്ലാം എന്നിവരെയാണ് പെരുമ്പാവൂർ ASPയുടെ പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസും ചേർന്ന് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിയും M. ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ശനിയാഴ്ച രാവിലെ കാലടി മരോട്ടിച്ചോട് ഭാഗത്ത് വെച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കുറച്ചു നാളുകളായി ഇവർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചുകൊണ്ടിരുന്നത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.